ഗിയർ ഡൗൺ ചെയ്യുമ്പോൾ ബൈക്കിന് ജെർക്ക് ഫീലിംഗ് വരുന്നത് എങ്ങനെ മാറ്റാം? പ്രോ റൈഡിംഗ് ടെക്നിക്സിന് വേണ്ടി പുതിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമുക്ക് ഡെയിലി റൈഡിങ്ങിനും ടൂറിങ്ങിനൊക്കെ യൂസ്ഫുൾ ആവാൻ ചാൻസ് ഉള്ള ടിപ്സും ടെക്നിക്സ് ഒക്കെ ആയിരിക്കും ഈ സീരീസിൽ ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ 5th ഗിയറിൽ 50+ റേഞ്ച് സ്പീഡിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ ഗിയറിൽ ഈ സ്പീഡിൽ ഓടിക്കണമെങ്കിൽ എഞ്ചിൻ സ്പീഡ് ഒരു 3000 RPM റേഞ്ചിലായിരിക്കണം. പക്ഷേ ഇതേ സ്പീഡിൽ എനിക്ക് 4th ഗിയറിൽ പോകണമെന്നുണ്ടെങ്കിൽ എഞ്ചിൻ സ്പീഡ് കുറച്ചും കൂടി ഒരു 4000 RPM റേഞ്ചിലേക്ക് എത്തണം. അപ്പോൾ ഇവിടെ നമ്മൾ 5th പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ നേരെ 4th ഇട്ട് കഴിഞ്ഞാൽ വീൽ സ്പീഡിനനുസരിച്ചുള്ള എഞ്ചിൻ സ്പീഡ് ഇല്ലാത്തതുകൊണ്ട് വീലിൽ നിന്ന് ഒരു ബാക്ക് ടോർക്ക് എഞ്ചിനിലേക്ക് വരും. അങ്ങനെ എഞ്ചിൻ RPM 3000 റേഞ്ചിൽ നിന്ന് 4000 റേഞ്ചിലേക്ക് കൂടും. സോ ഇങ്ങനെ ഒരു RPM ജമ്പ് വരുന്നതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ജെർക്ക് ഫീൽ ചെയ്യുന്നത്. ഈ ഒരു ജെർക്ക് ഇല്ലാതാക്കാൻ RPM കൂട്ടുന്ന ആ പ്രോസസ്സ് നമ്മൾ തന്നെ അങ്ങ് ചെയ്താൽ മതി. ക്ലച്ച് പിടിച്ച് ഗിയർ ഡൗൺ ചെയ്യുന്നതിൻ്റെ കൂടെ ജസ്റ്റ് ആക്സിലേറ്റർ ഒന്ന് തിരിച്ചു വിടുക, അതായത് ബ്ലിപ്പ് ചെയ്യുക. ഇതിനെയാണ് ബ്ലിപ്പ് ഷിഫ്റ്റിംഗ് അല്ലെങ്കിൽ റവ് മാച്ചിങ് എന്നൊക്കെ പറയുന്നത്. ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ക്ലച്ച് പിടിക്കുന്നതിന് മുന്നെയോ അല്ലെങ്കിൽ വിട്ടതിന് ശേഷമോ ബ്ലിപ്പ് ചെയ്യരുത്, വണ്ടി കയ്യിൽ നിന്ന് പോകും. ഇതിന്റെ മറ്റൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ അഗ്രസീവ് ഡൗൺ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ റിയർ വീല് ലോക്ക് ആവുന്നത് ഒരു പരിധി വരെ പ്രിവെന്റ് ചെയ്യും. ബൈക്ക് ഓടിക്കുമ്പോൾ എല്ലാ ഡൗൺ ഷിഫ്റ്റിലും നമുക്ക് റവ് മാച്ചിങ് ചെയ്യേണ്ട ആവശ്യമില്ല. RPM മാച്ച് ആവാതെ ചെറുക്ക് വരാൻ ചാൻസ് ഉള്ള ഗിയർ ആൻഡ് സ്പീഡിലും ഹൈവേസിലും അത്യാവശ്യം കൈ കൊടുത്ത് ഓടിക്കുമ്പോഴൊക്കെയാണ് നമുക്ക് കൂടുതൽ യൂസ് വരുന്നത്. ഇതിനൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട്. ലിങ്ക് ബ്രോഡ്കാസ്റ്റ് ചാനലിൽ കൊടുത്തേക്കാം.